ദുബായിൽ 2 താമസ മേഖലകൾ കൂടി വികസിപ്പിക്കുന്നു. മദീനത്ത് ലത്തീഫ, അൽ യലായിസ് എന്നിവിടങ്ങളിലാണ് വിപുലമായ സൗകര്യങ്ങളുടെ താമസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക. ഇത് സംബന്ധിച്ച പദ്ധതിക്ക് കിരീടാവകാശി ഷൈഖ് ഹംദാൻ അംഗീകാരം നൽകി. തുറസായ സ്ഥലങ്ങൾക്കുമായി നീക്കിവെക്കും. 12 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ സൈക്ലിംഗ് പാത നിർമ്മിക്കുക. 77 പാർക്കുകളിലേക്കും പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ രൂപകൽപ്പന. കൂടാതെ സ്കൂളുകൾ, നഴ്സറികൾ, പള്ളികൾ, ക്ലിനിക്കുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ സമഗ്രമായ സൗകര്യങ്ങളും ഒരുക്കും. 3000 ഹെക്ടർ സ്ഥലത്താണ് മദീനത്ത് ലത്തീഫ എന്ന താമസ കേന്ദ്രം നിർമ്മിക്കുക. ഇവിടെ 1,41,000 പേർക്ക് താമസിക്കാൻ കഴിയുന്ന 18,500 റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇവിടെ 77 പാർക്കുകളും നിർമ്മിക്കും. അൽ യലായിസിൽ 1108 ഹെക്ടറിലാണ് താമസ മേഖല വികസിപ്പിക്കുക. 8,000 റെസിഡൻഷ്യൽ യൂണിറ്റുകളിലായി 66,000 പേർക്ക് ഇവിടെ താമസിക്കാനാകും. 75 പാർക്കുകളും ഇവിടെ നിർമ്മിക്കും. രണ്ടിടത്തുമായി 33 കിലോമീറ്റർ നീളത്തിൽ കാൽനടപ്പാത, സൈക്ലിംഗ് പാത എന്നിവ നിർമ്മിക്കും. മദീനത്തുൽ ലത്തീഫ മേഖലയിൽ ഏകദേശം 11% പ്രദേശം ഹരിത ഇടങ്ങൾക്കും തുറസായ സ്ഥലങ്ങൾക്കുമായി മാറ്റിവെക്കും. 12 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ സൈക്ലിംഗ് പാത നിർമ്മിക്കുക. 77 പാർക്കുകളിലേക്കും പ്രവേശനം സാധ്യമാകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ രൂപകൽപ്പന. കൂടാതെ സ്കൂളുകൾ, നഴ്സറികൾ, പള്ളികൾ, ക്ലിനിക്കുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ സമഗ്രമായ സൗകര്യങ്ങളും ഇവിടെ നിർമ്മിക്കും. മീഡിയ 1 ദുബായ്. വ്യാപാര വാണിജ്യ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കാൻ ഖത്തർ അമീർ സൗദി അറേബ്യയിലെത്തി. സൗദി കിരീടാവകാശി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അമീറിനെ സ്വീകരിച്ചത്. ഖത്തർ സൗദി ബിസിനസ് സഹകരണ കൌൺസിൽ യോഗം റിയാദിൽ പുരോഗമിക്കുകയാണ്. റിയാദ്, ദോഹ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. 7 മണിക്കൂർ വരെ വേണ്ടിവരുന്ന സാധാരണ യാത്രാ സമയം ഇതോടെ 2 മണിക്കൂറായി ചുരുങ്ങും. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. മിഷാൽ, എന്താണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ? പ്രധാനമായും ഏതൊക്കെ കരാറുകൾ ഒപ്പുവെക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജീന, ഇന്ന് വൈകുന്നേരമാണ് ഖത്തർ അമീർ സൗദിയിലെത്തിയത്. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യവസായ ബന്ധം ഊഷ്മളമാക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതോടൊപ്പം തന്നെ മേഖലയിലെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളും ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നുണ്ട്. സിറിയ, ലബനൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയിൽ വരുമെന്നാണ് സൂചന. അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്ന പ്രഖ്യാപനങ്ങളും വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് റിയാദിനെയും ദോഹയെയും, അതായത് 2 രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനമാണ്. സൗദി അറേബ്യയുടെ വിഷൻ 2030-ന്റെയും അതോടൊപ്പം തന്നെ ഖത്തറിന്റെ നാഷണൽ വിഷൻ 2030-ന്റെയും ഭാഗമായാണ് ഈ ഒരു പ്രഖ്യാപനം. പദ്ധതി യാഥാർത്ഥ്യമായാൽ റിയാദിൽ നിന്ന് ദോഹയിലേക്കുള്ള യാത്രാ സമയം വെറും 2 മണിക്കൂറായി ചുരുങ്ങും. ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 300 കിലോമീറ്ററിൽ കൂടുതലായിരിക്കും. 785 കിലോമീറ്റർ ആയിരിക്കും റെയിൽ നെറ്റ്വർക്കിന്റെ ആകെ നീളം. റിയാദിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളവും ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളവും നേരിട്ട് ബന്ധിപ്പിക്കുന്നതാവും ഈ ഒരു പദ്ധതി. പ്രതിവർഷം 1 കോടിയിലധികം യാത്രക്കാർക്ക് ഈ ഒരു സേവനം ഉപയോഗിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പൂർത്തിയാകാൻ ഏകദേശം 6 വർഷമെടുക്കും എന്നാണ് കരുതുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത്, ഇരു രാജ്യങ്ങളിലുമായി ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നതോടെ 30,000-ത്തിലധികം തൊഴിലവസരങ്ങൾ പുതിയതായി സൗദി കിരീടാവകാശി നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രധാനമായ ചില പദ്ധതികളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. മിഷാൽ ചെറുപ്പുളശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്തു. സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. സൗദിയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും അവലോകന വിധേയമാക്കി. ഇന്ത്യയിൽ ആഭ്യന്തര വിമാന സർവീസുകൾ അവതാളത്തിലായത് പ്രവാസികളുടെ യാത്രയെയും ബാധിച്ചു. മസ്കത്തിലേക്കടക്കം നേരിട്ടുള്ള ചില സർവീസുകൾ പണിമുടക്കിയതിന് പിന്നാലെ നാട്ടിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റായി ഇൻഡിഗോ ബുക്ക് ചെയ്തവരുടെയും യാത്ര അവതാളത്തിലായി. അതിനോടൊപ്പം ടിക്കറ്റ് നിരക്കുകൾ അമിതമായി ഉയർന്നതും പ്രവാസികൾക്ക് ഇരുട്ടടിയായി മാറി. എന്താണ് ഇതിന് കാരണം? പരിഹാരമെന്ത്? ഇന്റർനാഷണൽ ഗാന്ധിയൻ തോട്ട് ഒമാൻ ചാപ്റ്റർ വൈസ് ചെയർമാനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ സജി ഉതുപ്പാൻ പറയുന്നു. നിബന്ധനകൾ ഡിസംബർ 1-ാം തീയതി മുതൽ നടപ്പിലാക്കണം എന്ന് എല്ലാ വിമാന കമ്പനികൾക്കും നമ്മുടെ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാണ്.
എന്നാൽ നിർഭാഗ്യവശാൽ ഇൻഡിഗോയ്ക്ക് ഡിസംബർ 1 മുമ്പ് ഈ കാര്യങ്ങൾക്ക് എല്ലാം പാലിക്കുന്നതിന് അവർക്ക് സാധിച്ചില്ല. അതായത് 36 മണിക്കൂറായിരുന്നു നമ്മുടെ പൈലറ്റുകൾക്ക് വിശ്രമം ഉണ്ടായിരുന്നത്. അത് പുതിയ നിബന്ധന അനുസരിച്ച് 48 മണിക്കൂറാക്കി അത് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ നൈറ്റ് ലാൻഡിംഗ് എന്ന് പറയുന്നത് 2 ആക്കി കുറച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 നൈറ്റ് ലാൻഡിംഗ് ആണ് പൈലറ്റുമാർക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ അധികം നിബന്ധനകൾ സർക്കാർ കൊടുക്കുകയും അത് പാലിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഇൻഡിഗോയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അതിൻ്റെ റോസ്റ്ററിങ് അത് പ്രകാരം ക്രമപ്പെടുത്തേണ്ടതായിരുന്നു സമയോചിതമായിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അത് ചെയ്തില്ല. അത് ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഫ്ലൈറ്റ് സർവീസുകളാണ് നിർത്തലാക്കപ്പെട്ടത്. ഈ പ്രതിസന്ധി ഉണ്ടായപ്പോഴേക്കും മറ്റ് വിമാന കമ്പനികൾ ഇരട്ടിയുമല്ല 4ഉം 5ഉം ഇരട്ടിയാണ് ടിക്കറ്റിന് ഡൊമസ്റ്റിക് എയർലൈൻസിൽ ചാർജ് വർദ്ധിപ്പിച്ചത്. അതിനെ തുടർന്ന് മന്ത്രാലയം കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത് 500 കിലോമീറ്റർ യാത്രയ്ക്ക് 7500 രൂപ എന്ന നിരക്കിൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഡൊമസ്റ്റിക് സർവീസിന് മാത്രമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കേവലം 3.5 മണിക്കൂർ മാത്രം യാത്ര ചെയ്യേണ്ടി വരുന്ന മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മുടക്കേണ്ടി വരുന്നത് ലണ്ടനിലേക്ക് 9 മണിക്കൂർ യാത്ര ചെയ്യുന്ന അതിന് കൊടുക്കുന്ന അതേ നിരക്ക് തന്നെയാണ് നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നത്. നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അത് അവസാനിപ്പിക്കുകയും അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരേ നിരക്ക് തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ശക്തമായ ഒരു നിർദ്ദേശം കൊടുത്ത് അത് നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രവാസികളായി ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിന്റെ ക്വാർട്ടർ ഉറപ്പിക്കാൻ സൗദി അറേബ്യയും മൊറോക്കോയും ഇന്ന് കളത്തിൽ. ലുസൈൽ സ്റ്റേഡിയത്തിലാണ് മൊറോക്കോ സൗദി പോരാട്ടം. മറ്റൊരു മത്സരത്തിൽ ഒമാൻ കോമറോസിനെ നേരിടുകയാണ്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേർന്നിട്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, മൊറോക്കോ സൗദി പോരാട്ടം എത്ര മണിക്കാണ്? ഇപ്പോഴത്തെ മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? ജീന, മൊറോക്കോ സൗദി പോരാട്ടവും അതുപോലെ ഒമാൻ കോമറോസ് പോരാട്ടവും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ പിന്നിട്ടു. ഈ കളി അരമണിക്കൂർ പിന്നിടുമ്പോൾ മൊറോക്കോ സൗദിക്കെതിരെ 1 ഗോളിന് മുമ്പിലാണ്. രണ്ടാമത്തെ മത്സരം ഗോൾ രഹിത സമനിലയിൽ തുടരുകയാണ്. ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഗ്രൂപ്പ് എയിലെ മത്സരങ്ങളായിരുന്നു. ഖത്തർ ഉൾപ്പെട്ട ഈ ഗ്രൂപ്പിൽ നിന്ന് ഫലസ്തീനും സിറിയയുമാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. തുനീഷ്യയും അതുപോലെ ഖത്തർ ആതിഥേയരായ ഖത്തറും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഇന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്നുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. ഇന്നത്തോടുകൂടെ ക്വാർട്ടർ ചിത്രം ഗ്രൂപ്പ് ബിയിലേക്ക് തെളിയും. ഇതിൽ നിലവിലെ സ്റ്റാൻഡിംഗ് നോക്കുമ്പോൾ 7 പോയിന്റുമായി മൊറോക്കോയാണ് അടുത്ത ഘട്ടത്തിലേക്ക് റൗണ്ട് ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം. രണ്ടാമത് സൗദിയാണ്. എന്നാൽ കോമറോസിന് സാധ്യത തീരെയില്ല. അതുപോലെ ഒമാനും സാധ്യത കുറവാണ്. നിലവിൽ നമ്മളിപ്പോൾ ഇവിടെയുള്ളത് സൂക്ക് വാക്കിപ്പിൽ ഇതിന്റെ ഫുട്ബോളിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലത്താണ്. നമ്മുടെ കൂടെ സിറിയയിലെ അലപ്പോയിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റ് ചേരുന്നുണ്ട്. Your good name? My name is Hussein. Hussein, how are you? Fine. You are from? I'm from Syria, Aleppo. Yeah. Then how was the game yesterday? It was great. Last night was great. Yeah. We had a draw, but we are happy now. We are promoted to the next the next phase of the Arab Cup. Do you expect the endorsement of this team to the next round? Inshallah. We say inshallah all the teams can go to the final, but finally it will be just 2 teams. I hope Syria will be the one of them. Yeah, Syria is a conflict zone country basically, and this is very. What is your reaction from the home? Well, for 14 years we weren't able to watch the team because of the war in our country, but now we feel like we have a country again. We have a team to watch, and the lads in the team, they are putting all their efforts to the games. So I think we will do something great this year. Yeah, something. Okay. Then what is the future of this team? Especially the play was very fantastic. And what is the future of this young team? The future of this team. So we have a lot of players all around the world because of this refugee situation. So now we rely on them to come to the team of Syria and play with the team. So we can go. Inshallah, next time we go to the World Cup. Who knows?
താങ്ക് യു. ഓക്കെ, ഏതായാലും സിറിയയിൽ നിന്നുള്ള ജേർണലിസ്റ്റാണ് നമ്മുടെ കൂടെ ചേർന്നത്. സിറിയക്കാരുടെയും അതുപോലെ ഫലസ്തീനികളുടെയും വളരെ വലിയ ആഘോഷം ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിലവിൽ സ്വാഭാവികമായിട്ട് ഇന്ന് കളി നടക്കുന്ന മൊറോക്കോയുടെയും അതുപോലെ സൗദിയുടെയും ഒന്നും ആരാധകർ ഇവിടെയില്ല. സിറിയ ഇവിടെ പാട്ടുപാടിയും അതുപോലെ ഡു യു സിംഗ് എ സോങ്? Hello. ഹലോ, ഹൗ ആർ യു? Syria. Thank you. سوريا كأس العالم. في فلسطين. Okay. راسك فوق انت سوري حب عاشت سوريا أبية. Okay, ഏതായാലും ജീന ഓക്കെ سوريا حرة. സിറിയ ഹുറ. അപ്പോ ഏതായാലും ജീന ഇതിന്റെ ഒരു ആഘോഷം ഇവിടെ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അഥവാ ഈ ഫിഫ അറബ് കപ്പ് ഇവിടെ അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സാംസ്കാരികമായ ഒരു ആഘോഷം കൂടിയാണ്. അതിന്റെ ഒരു ആവിഷ്കാരമാണ് ഇവിടെ ദോഹയിലെ സൂക്ക് വാക്കിഫിൽ എല്ലാ ദിവസവും അരങ്ങേറുന്നത്. അറബ് രാഷ്ട്രങ്ങളെ ഒന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഫുട്ബോൾ മഹാമേളയുടെ ഏറ്റവും വലിയ സവിശേഷതയും. ഏതായാലും ഗ്രൂപ്പ് ബിയിലെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്നുള്ളത് ചിത്രം വ്യക്തമാകും. ജീന. ശരി അബ്ബാസ്, ഏതായാലും ക്വാർട്ടർ ഉറപ്പിക്കാൻ സൗദിയും മൊറോക്കയും തമ്മിൽ പോരാടുകയാണ്. ലുസൈൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ആവേശത്തിലാണ് ആരാധകർ ഉള്ളത്. ലിവർപൂളിന്റെ മിന്നും താരം മുഹമ്മദ് സലാഹിനെ ടീമിലെത്തിക്കാനുള്ള പദ്ധതിയുമായി സൗദി ക്ലബായ അൽ ഹിലാൽ റെക്കോർഡ് തുകയാണ് ഇതിനായി താരത്തിന് ഓഫർ നൽകിയിട്ടുള്ളത്. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ സലാഹ് അൽ ഹിലാലിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ലിവർപൂളിന്റെ മിന്നും താരം മുഹമ്മദ് സലാഹിനായാണ് റെക്കോർഡ് തുക ഓഫർ നൽകിയത്. 75 കോടി റിയാലാണ് താരത്തിന് വിലയിട്ടത്. സൗദി ക്ലബായ അൽ ഹിലാലിൻ്റെതാണ് ഓഫർ. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ ടീമിലെത്തിക്കുകയാണ് ലക്ഷ്യം. പദ്ധതി വിജയകരമായാൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ കളിക്കാരനായി സലാഹ് മാറും. നേരത്തെയും താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. സമീപകാലത്തായി ലിവർപൂളിൽ താരം അസംതൃപ്തനാണെന്ന വാർത്തകളും നിലവിലുണ്ട്. കൂടാതെ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ ഇന്റർ മിലാൻ മത്സരത്തിൽ ടീമിൽ നിലവിൽ സലാഹിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ക്ലബിലെ ഭാവി അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിലാണ് താരത്തിനായി അൽ ഹിലാലിന്റെ നീക്കം. സലാഹ് ഉടൻ തന്നെ ടീമിലെത്തുമെന്നാണ് പ്രതീക്ഷ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വിമാന നിർമ്മാതാക്കളുടെ പുതിയ അസോസിയേഷൻ രൂപം നൽകി സൗദി അറേബ്യ. വ്യവസായ മന്ത്രാലയത്തിന് കീഴിലാണ് സംഘടന. രാജ്യത്തെ വ്യോമയാന വ്യവസായത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതിന്റെ ഭാഗമായാണ് നീക്കം. സൗദിയുടെ വ്യോമയാന വ്യവസായത്തിന് കൂടുതൽ കരുത്തേകാൻ പുതിയ ചുവടുവയ്പുമായി വ്യവസായ മന്ത്രാലയം. മേഖലയിലെ പ്രാദേശികവൽക്കരണം ലക്ഷ്യമിട്ട് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന വിമാന നിർമ്മാതാക്കളുടെ അസോസിയേഷൻ സ്ഥാപിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുവാനും സാങ്കേതിക വിദ്യകളും നൂതനമായ വ്യാവസായിക പരിഹാരങ്ങളും കൈമാറ്റം ചെയ്യുവാനും കൂട്ടായ്മ പ്രവർത്തിക്കും. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം. വിമാനങ്ങളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണത്തിൽ പ്രാദേശിക പങ്കാളിത്തം വികസിപ്പിക്കുക, സംരംഭങ്ങളെ പിന്തുണക്കുക എന്നിവ ഇതുവഴി ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം യുവ സൗദി പൗരന്മാർക്ക് പ്രൊഫഷണൽ പരിശീലനം, യോഗ്യതാ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയും അസോസിയേഷന്റെ ഭാഗമായി നടക്കും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിൽ ജീവിതച്ചെലവ് വീണ്ടും കുതിച്ചുവരുന്നു. ഓഗസ്റ്റിൽ ഉപഭോക്തൃ വില സൂചികയിൽ 2.39% വർധന രേഖപ്പെടുത്തിയതായി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ അറിയിച്ചു. ഭക്ഷണപാനീയങ്ങൾ, ആരോഗ്യം, വസ്ത്രങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന ഉപഭോഗ മേഖലകളിലെ വില വർധനവാണ് പണപ്പെരുപ്പം ഉയരാൻ പ്രധാന കാരണം. രാജ്യത്ത് സാധന സേവനങ്ങളുടെ വില തുടർച്ചയായി ഉയരുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിലെ ഉപഭോക്തൃവില സൂചിക വാർഷിക അടിസ്ഥാനത്തിൽ 2.39% ഉയർന്നതായി കുവൈറ്റ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ജൂലൈയുമായി താരതമ്യം ചെയ്യുമ്പോൾ 0.07% വർധനയാണ് രേഖപ്പെടുത്തിയത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയുടെ വിലയിരുത്തലനുസരിച്ച് ഭക്ഷണപാനീയങ്ങൾ, ആരോഗ്യം, വസ്ത്രങ്ങൾ, ഭവന സേവനങ്ങൾ, വീട്ടുപകരണങ്ങൾ, വിനോദം, സംസ്കാരം, വിദ്യാഭ്യാസം, റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും മറ്റ് സാധനങ്ങളും സേവനങ്ങളും എന്നിവയിലെ വിലവർധനയാണ് പണപ്പെരുപ്പ നിരക്ക് ഉയരാൻ കാരണമായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കളുടെ ദൈനംദിന ജീവിത ചെലവിൽ വലിയ സമ്മർദ്ദമാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷണപാനീയങ്ങളുടെ വില ഓഗസ്റ്റിൽ പ്രതിവർഷാടിസ്ഥാനത്തിൽ 6.02% കൂടി. പുകയില 0.07%, വസ്ത്രങ്ങൾ 3.11%, ഭവന സേവനങ്ങൾ 0.98%, വീട്ടുപകരണങ്ങൾ
3.08%, ആരോഗ്യ ചെലവുകൾ 2.77%, വിദ്യാഭ്യാസം 0.71%, റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും 1.86%, മറ്റു സാധനങ്ങളും സേവനങ്ങളും 4.32% എന്നിങ്ങനെയാണ് ഉയർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഗതാഗത വിഭാഗത്തിൽ 1.75% വിലക്കുറവ് രേഖപ്പെടുത്തിയെന്നത് ശ്രദ്ധേയമാണ്. ഉപഭോക്താക്കളുടെ നിത്യചെലവുകളെ നേരിട്ട് ബാധിക്കുന്ന ഈ കണക്കുകൾ അടുത്ത മാസങ്ങളിലെ വില നിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. മീഡിയ 1 കുവൈത്ത്. ദുബായിൽ ഷെയറിംഗ് ടാക്സി സംവിധാനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ദുബായ് അബുദാബി ഷെയറിംഗ് ടാക്സികൾ വിജയകരമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ദുബായ് മക്തൂം വിമാനത്താവളത്തിൽ നിന്ന് മറീന മാൾ, ബിസിനസ് ബേ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കും പാം ജുമൈറയിൽ നിന്ന് അറ്റ്ലാന്റിസ് മോണോറെയിൽ സ്റ്റേഷനിലേക്കും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ബിസിനസ് ബേ മെട്രോ, സത്വ ബസ് സ്റ്റേഷൻ, മറീന മാൾ എന്നിവിടങ്ങളിലേക്കുമാണ് ദുബായ് RTA ഷെയറിംഗ് ടാക്സി സംവിധാനം ആരംഭിക്കുന്നത്. 6 മാസം പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും സർവീസ്. കൂടുതൽ യാത്രക്കാർ ഒരു ടാക്സിയിൽ നിരക്ക് പങ്കിട്ടെടുത്ത് യാത്ര ചെയ്യുന്ന സംവിധാനമാണ് ഷെയറിംഗ് ടാക്സി സേവനം. കഴിഞ്ഞ വർഷം ദുബായ് ഇബ്നു ബത്തൂത്ത മാളിൽ നിന്ന് അബുദാബിയിലെ അൽവഹ്ദ മാളിലേക്കാണ് RTA ആദ്യമായി ഈ സംവിധാനത്തിന് തുടക്കമിട്ടത്. ടാക്സി ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ 228% വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. തൊഴിലാളികളുടെ സുരക്ഷയ്ക്കാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടതെന്ന് തൊഴിലുടമകളോട് ഒമാൻ തൊഴിൽ മന്ത്രാലയം. സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ തൊഴിലുടമകൾ നിയമപരമായി ബാധ്യസ്ഥരാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഡ്രെയിനേജ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ജോലിസ്ഥലത്തെ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളും മന്ത്രാലയം വിശദീകരിച്ചു. വിവിധ മേഖലകളിൽ തൊഴിൽ സുരക്ഷയും ആരോഗ്യ മാനദണ്ഡങ്ങളും നടപ്പിലാക്കുന്നതിൽ മന്ത്രാലയം തൊഴിലുടമകളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒമാന്റെ തൊഴിൽ സുരക്ഷ ആരോഗ്യ ചട്ടങ്ങളിലെ ആർട്ടിക്കിൾ 15 ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. തൊഴിലുടമകളോ അവരുടെ പ്രതിനിധികളോ തൊഴിലാളികൾക്ക് മതിയായ സംരക്ഷണം നൽകുന്നതിനും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം നിലനിർത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം. പ്രത്യേകിച്ച് ഡ്രെയിനേജ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ജോലിസ്ഥലത്തെ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളും മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ഡ്രെയിനേജ് ഫ്ലോർ ഡിച്ചുകളും കുറഞ്ഞത് 1 മീറ്റർ ഉയരത്തിൽ റെയിലുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കണം. കൂടാതെ തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പായി മുന്നറിയിപ്പ് അടയാളങ്ങളും സ്ഥാപിക്കണം. കുഴികൾ തറനിരപ്പിൽ നിന്ന് 2.5 സെന്റിമീറ്റർ ഉയരമില്ലാത്ത ടോപ്പുകൾ കൊണ്ട് മൂടണം. ടോപ്പുകൾക്ക് മുകളിലൂടെ കടന്നുപോകുന്ന യന്ത്രങ്ങളുടെയും വാഹനങ്ങളുടെയും ഭാരം താങ്ങാൻ തക്ക ശേഷിയുണ്ടാകണം. അതിന് സമ്മർദ്ദത്തിൽ അവ തകരുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ റെസിഡൻഷ്യൽ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളുടെ ലൈസൻസുകൾ റദ്ദാകുന്നു. അടുത്ത അധ്യയന വർഷാവസാനത്തോടെ ഇത്തരത്തിലുള്ള എല്ലാ സ്വകാര്യ സ്കൂളുകളുടെയും ലൈസൻസുകൾ പൂർണ്ണമായി റദ്ദാക്കണമെന്ന നിർദ്ദേശത്തിന് കുവൈത്ത് മുനിസിപ്പൽ കൌൺസിൽ അംഗീകാരം നൽകി. പുതിയ തീരുമാനപ്രകാരം സ്വകാര്യ പാർപ്പിട മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും. അടച്ചുപൂട്ട നടപടികൾ നടപ്പിലാക്കാനുള്ള ചുമതല വിദ്യാഭ്യാസ മന്ത്രാലയത്തിനായിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടുതൽ ക്രമവൽക്കരിക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങളും അടിസ്ഥാന സൗകര്യ നിർദ്ദേശങ്ങളും പാലിക്കുന്ന പ്രത്യേക കെട്ടിടങ്ങളിലാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കാനുമാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യം. സൗദിയിൽ ബാങ്കുകളിലെ ആസ്തികളിൽ വൻ വർധന. മൊത്തം ആസ്തി 5 ലക്ഷം കോടി റിയാലിലെത്തിയെന്നാണ് കണക്ക്. വിദേശ ആസ്തികളിലും ഇത്തവണ വർധനവുണ്ട്. ഒക്ടോബർ മാസത്തിലേതാണ് കണക്ക്. സൗദി അറേബ്യയിലെ വാണിജ്യ ബാങ്കുകളിലുള്ള ആസ്തികളിലാണ് വർധന. മൊത്തം ആസ്തി 4,94,000 കോടി റിയാലായാണ് ഉയർന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ധനകാര്യ നിക്ഷേപ പ്രവർത്തനങ്ങളുടെ വിപുലീകരണം തുടങ്ങിയവയുടെ ഫലമായാണ് നേട്ടം. സ്വകാര്യ മേഖലാ വായ്പകളാണ് ആസ്തികളിലെ മുഖ്യ പങ്കും. 3 ലക്ഷം കോടിയിലധികം റിയാലാണ് ഇതിൽ മാത്രമുള്ളത്. ഗവൺമെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കുള്ള ബാധ്യതകളുടെ അളവ് 89,526 കോടി റിയാലായും ഉയർന്നു. അതേസമയം ബാങ്കുകൾ കൈവശം വെച്ചിരിക്കുന്ന വിദേശ ആസ്തികളുടെ മൂല്യം 43,303 കോടി റിയാലിലെത്തിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. മസ്കത്തിന് ആഘോഷരാവുകൾ സമ്മാനിക്കുന്ന മസ്കത്ത് നൈറ്റ്സിന് ഇപ്രാവശ്യം ഒരുങ്ങുന്നത് 8 വേദികൾ. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഓരോ വേദികളിലും നടക്കുക. ജനുവരി 1 മുതൽ 31 വരെയാണ് മസ്കത്ത് നൈറ്റ്സ്. ഗവർണറേറ്റിലുടനീളം 8 വേദികളിലായി വിപുലമായ സാംസ്കാരിക വിനോദ പരിപാടികളാണ് ഒരുങ്ങുന്നത്. ജനുവരി 1 ആരംഭിച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന മസ്കത്ത് നൈറ്റ്സ് ഒമാന്റെ തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിക്കും. ഖുറം നാച്ചുറൽ പാർക്ക്, നസീം ഗാർഡൻ, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ടുകൾ, സീ ബീച്ച്, വാദി അൽ ഖൂദ്, ഖുറിയാത്ത്, അമ്രാത് പാർക്ക്, ബൗഷർ സാൻഡ്സ് എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ ഒരുങ്ങുന്നത്. ഖുറം നാച്ചുറൽ പാർക്കിൽ പ്രവാസികൾക്കായുള്ള മേഖല,
കലാപ്രകടനങ്ങൾ, കാർണിവലുകൾ, ഡ്രോൺ പ്രദർശനങ്ങളും നടക്കും. നസീം ഗാർഡനിൽ സ്റ്റേജ് ഷോകൾ, റൈഡുകൾ, ഒമാനി മധുരപലഹാര കോർണർ, സംഗീത സായാഹ്നങ്ങൾ എന്നിവയും ഒരുങ്ങുന്നുണ്ട്. അമറാത്ത് പാർക്കിൽ പൈതൃക ഗ്രാമം, കുട്ടികളുടെ ഏരിയ, ഉപഭോക്തൃ പ്രദർശനം, സാംസ്കാരിക സായാഹ്നങ്ങൾ എന്നിവയാണ് ഒരുക്കുന്നത്. സീബിലെ സൂറൽ ഹദീദിൽ കേന്ദ്രീകരിച്ചായിരിക്കും ബീച്ച് പ്രവർത്തനങ്ങൾ നടക്കുക. ബീച്ച് ഫുട്ബോൾ, വോളിബോൾ, വടംവലി, മാരത്തൺ എന്നിവ ഇവിടെ അരങ്ങേറും. വെടിക്കെട്ട്, ലൈവ് ഷോകൾ, സാഹസിക മേഖലകൾ തുടങ്ങി ഫെസ്റ്റിവലിലെ മനോഹരമായ വേദികളിൽ ഒന്നായിരിക്കും വാദി അൽ ഖുദ്. മീഡിയ 1, മസ്കത്ത്. ലോകത്തിലെ മികച്ച സാംസ്കാരിക ടൂറിസം പദ്ധതിയായി സൗദിയിലെ അൽ ഉല ഗവർണറേറ്റിനെ തെരഞ്ഞെടുത്തു. വേൾഡ് ട്രാവൽ അവാർഡ്സിലാണ് നേട്ടം. വർഷങ്ങളുടെ ചരിത്ര പൈതൃകമുള്ള പ്രദേശമാണ് അൽ ഉല. ഈ വർഷത്തെ വേൾഡ് ട്രാവൽസ് അവാർഡിലാണ് നേട്ടം. ലോകത്തിലെ ഏറ്റവും മികച്ച സാംസ്കാരിക ടൂറിസം പദ്ധതിയായാണ് അൽ ഉലയെ തിരഞ്ഞെടുത്തത്. വേൾഡ് ട്രാവൽ അവാർഡ്സിന്റെ മിഡിൽ ഈസ്റ്റ് എഡിഷനിൽ 3 പ്രാദേശിക പുരസ്കാരങ്ങളും അൽ ഉല ഇതോടൊപ്പം സ്വന്തമാക്കി. വിശാലമായ മരുഭൂമി, പുരാതന മാനവ പൈതൃകം എന്നിവയാൽ സമ്പന്നമാണ് ഇവിടം. 2 ലക്ഷത്തിലധികം വർഷത്തെ മനുഷ്യ വാസചരിത്രവും 7000 വർഷത്തെ തുടർച്ചയായ നാഗരികതകളും ഉൾക്കൊള്ളുന്നതാണ് അൽ ഉല. സാംസ്കാരിക പരിപാടികൾ, ഫെസ്റ്റിവലുകൾ, കലാപ്രദർശനങ്ങൾ, സംഗീത പരിപാടികൾ തുടങ്ങിയവ സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. യൂറോപ്പിൽ നിന്നടക്കം നിരവധി സന്ദർശകരാണ് ഓരോ ദിവസവും അൽ ഉലയുടെ സൗന്ദര്യം നുകരാൻ സൗദിയിൽ പറന്നിറങ്ങുന്നത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. നവംബറിൽ മാത്രം 48 ലക്ഷം പേർ വിമാനത്താവളം വഴി യാത്ര ചെയ്തു. ഹജ്ജ്, ഉംറ തീർത്ഥാടകർ എത്തുന്ന പ്രധാന വിമാനത്താവളം കൂടിയാണ് കിങ് അബ്ദുല്ലാസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം. നവംബർ മാസത്തിലാണ് റെക്കോർഡ് യാത്രക്കാർ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. 48.6 ലക്ഷം പേർ ഒരു മാസത്തിനകം വിമാനത്താവളം ഉപയോഗപ്പെടുത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 8.6% വർധനവുണ്ടായി. വിമാന സർവീസുകളുടെ എണ്ണത്തിലും വർധനവുണ്ട്. 10.6% വളർച്ചയോടെ 25,900 വിമാനങ്ങൾ സർവീസ് നടത്തി. നവംബർ 20 ഏറ്റവും തിരക്കേറിയ ദിവസം. 1,76,800 യാത്രക്കാരാണ് ഒറ്റദിനം വിമാനത്താവളം ഉപയോഗിച്ചത്. കൈകാര്യം ചെയ്ത ബാഗേജുകളുടെ എണ്ണം 56 ലക്ഷമായി ഉയർന്നു. 25.4% വലിയ വളർച്ചയാണ് ബാഗേജുകളുടെ കാര്യത്തിലും നേടിയത്. ജനുവരി മുതൽ നവംബർ 30 വരെയുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും വളർച്ച നേടി. 4 കോടിയിലേറെ യാത്രക്കാരാണ് വിമാനത്താവളം വഴി യാത്രയായത്. 2030 ആകുമ്പോഴേക്കും പ്രതിവർഷം 10 കോടിയിലധികം യാത്രക്കാരെ സ്വീകരിക്കാനൊരുങ്ങുകയാണ് ജിദ്ദ വിമാനത്താവളം. മീഡിയ 1, ജിദ്ദ. ദമാം തുറമുഖത്ത് പുതിയ ലോജിസ്റ്റിക്സ് കേന്ദ്രം വരുന്നു. കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് സൗദി പോർട്സ് അതോറിറ്റിയും അറാസ്കോ കമ്പനിയും കരാറിലെത്തി. 20 കോടി റിയാൽ മുതൽ മുടക്കിലാണ് പദ്ധതി. ദമാം കിങ് അബ്ദുല്ലസീസ് തുറമുഖത്ത് പുതിയ ലോജിസ്റ്റിക്സ് കേന്ദ്രം സ്ഥാപിക്കുന്നു. ഇതിനായുള്ള കരാറിൽ സൗദി പോർട്സ് അതോറിറ്റിയും അറബ് കമ്പനി ഫോർ അഗ്രികൾച്ചർ സർവീസുമായി ഒപ്പിട്ടു. 20 കോടി റിയാൽ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുക. സൗദിയുടെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുക, രാജ്യത്തെ ഒരു ആഗോള ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലൂന്നിയാണ് പദ്ധതി. 40,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുങ്ങുന്ന കേന്ദ്രം രാജ്യത്തെ വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കും. പുതിയ ലോജിസ്റ്റിക്സ് കേന്ദ്രം തുറക്കുന്നതോടെ തുറമുഖത്തെ ധാന്യ ഇറക്കുമതിയിലും സംഭരണത്തിലും ശേഷി വർദ്ധിക്കും. 1 ലക്ഷം മെട്രിക് ടൺ വരെ ധാന്യം സംഭരിക്കാൻ ശേഷിയുള്ള വെയർഹൌസുകളാണ് ഇവിടെ സ്ഥാപിക്കുക. പദ്ധതി വഴി 3000-ലധികം നേരിട്ടും അല്ലാത്തതുമായ പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ മഴയെത്തി. മദീനയിലും യാംബുവിലും ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിലും മികച്ച മഴ ലഭിച്ചു. തബൂക്ക് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും പുലർച്ചെയുമായി ശക്തമായ മഴ മക്ക, മദീന, യാംബു നഗരങ്ങൾ ഉൾപ്പെടെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ലഭിച്ചു. മക്ക പ്രവിശ്യയിലെ ജിദ്ദ, റാബിക് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദീനയിലെ അൽ മഹദ്, ബദർ, ഹനാക്കിയ തുടങ്ങിയ പ്രദേശങ്ങളിലും റെഡ് അലർട്ടുണ്ട്. സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് കൂടുതൽ മഴ. പല പ്രദേശങ്ങളിലും ഇന്നലെ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. ഹായിൽ, അൽജീഫ്, കിഴക്കൻ പ്രദേശങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. റിയാദിലും ജീസാനിലും മഴയെത്തും. അൽഗുറയാത്തിൽ 5ഉം അബഹയിൽ 7 ഡിഗ്രിയുമാണ് സൗദിയിലെ ഏറ്റവും കുറഞ്ഞ താപനില. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പുണ്ട്. മീഡിയ 1, ജിദ്ദ.
കുവൈത്തിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ അസ്ഥിരമായ കാലാവസ്ഥയും ശക്തമായ മഴയും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അന്തരീക്ഷത്തിലെ താഴ്ന്ന മർദ്ദ സംവിധാനവും ക്രമേണ ശക്തിയാർജിക്കുന്ന ഉപരിതല മർദ്ദ സംവിധാനവും ചേർന്നതാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്ന് ഡയറക്ടർ ദറാർ അൽ അലി വ്യക്തമാക്കി. ഇന്നും നാളെയും ഇടിയോട് കൂടിയ മഴയും ബുധനാഴ്ച വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച രാവിലെ വരെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയും ഉണ്ടാകാം. ശക്തമായ മഴ ദൃശ്യപരത കുറയ്ക്കുകയും വ്യാഴാഴ്ച പുലർച്ചെ ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. സൗദിയിലെത്തുന്ന യൂറോപ്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ വർധന. ടൂറിസ്റ്റുകൾ രാജ്യത്ത് ചെലവിടുന്ന പണത്തിന്റെ അളവിലും വർധനവുണ്ട്. ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നത്. സൗദിയുടെ വിനോദ മേഖല ആസ്വദിക്കാൻ യൂറോപ്പിൽ നിന്നടക്കമുള്ള സഞ്ചാരികൾ രാജ്യത്തേക്ക് ഒഴുകുകയാണ്. യൂറോപ്പിൽ നിന്ന് മാത്രമുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ 14% വളർച്ച. കിഴക്കൻ ഏഷ്യയിൽ നിന്നും പസഫിക് മേഖലയിൽ നിന്നുമുള്ള സഞ്ചാരികൾ 15% വർദ്ധിച്ചിട്ടുണ്ട്. സഞ്ചാരികൾ രാജ്യത്ത് ചെലവിടുന്ന പണത്തിലും വർധനവാണ്. 10,500 കോടി സൗദി റിയാലാണ് വിവിധ ടൂറിസം മേഖലകളിലായി ചെലവഴിച്ചത്. ഈ വർഷം അവസാന പാദത്തിലേതാണ് കണക്ക്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമീണ ലോഡ്ജുകൾ, സ്വകാര്യ ഹോം സ്റ്റേകൾ, ഹോസ്പിറ്റാലിറ്റി ഹോമുകൾ എന്നിവക്കായി 31,000-ലധികം ലൈസൻസുകൾ അനുവദിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിലൂടെ പുതിയ സാധ്യതകൾ തുറക്കുകയാണ് സൗദി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അല്ലൈനിലെ കായിക കൂട്ടായ്മ ബ്ലൂ സ്റ്റാർ ഒരുക്കിയ ഫാമിലി സ്പോർട്സ് ഫെസ്റ്റിവൽ ഒളിമ്പ്യൻ ടിൻഡു ലൂക്ക ഉദ്ഘാടനം ചെയ്തു. അല്ലൈൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന കായികമേളയിൽ 3000-ലേറെ പേർ മാറ്റുരച്ചു. 4 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരാണ് വിവിധ കാറ്റഗറികളിലായി 56ഓളം മത്സരങ്ങളിൽ മാറ്റുരച്ചത്. വിവിധ ഏജ് കാറ്റഗറികളിൽ ഉമർ സക്കറിയ, ഹെന അഷ്കർ, ഉകാഷ, ആയിഷ നിഹ, മഹാദേവൻ, ഷനൽ ലാബു എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ സഫാനിയ സാബു, ആലിയ നുജൂം എന്നിവർ ചാമ്പ്യന്മാരായി. മെൻസ് വിഭാഗത്തിൽ അക്ഷയ് നരേഷ് സൂരി ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയപ്പോൾ ലേഡീസ് വിഭാഗത്തിൽ കാവ്യ അവിനാഷ് കിരീടം ചൂടി. ജെൻസ് ഫുട്ബോളിൽ പ്ലേമേക്കേഴ്സ് മസിയാദ് ജേതാക്കളായി. അലൈൻ മലയാളി ബസ് ഡ്രൈവേഴ്സാണ് റണ്ണേഴ്സ് അപ്പ്. പുരുഷ വിഭാഗം ത്രോബോളിൽ CFU ദുബൈ ജേതാക്കളായി. വനിതാ വിഭാഗം ത്രോബോളിൽ പ്ലാനറ്റ് എയർ സ്ട്രൈക്കേഴ്സിനാണ് കിരീടം. ഉദ്ഘാടന ചടങ്ങിൽ ഷെയ്ഖ് സയ്യിദ് ബിൻ മുഹമ്മദ് ബിൻ മുസല്ലം ബിൻ ഹാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. മീഡിയ 1 മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി MCA നാസർ, ബ്ലൂ സ്റ്റാർ ഭാരവാഹികളായ ജാഷിദ് പൊന്നേത്ത്, ആനന്ദ് പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 അലൈൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രവാസികളും രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാവുകയാണ്. അതിൽ തന്നെ പലരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നാട്ടിലേക്ക് പോയിട്ടുമുണ്ട്. ബഹ്റൈനിലെ പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കണ്ടുവരാം. നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ പ്രവാസികൾക്കിടയിൽ ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പും തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച. ചായക്കടകളിലും നാലാൾ കൂടുന്നിടങ്ങളിലുമെല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട്. നമുക്ക് പ്രവാസികളുടെ പ്രതികരണങ്ങൾ ചോദിക്കാം. നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ, അപ്പോൾ എന്താണ് നിലപാടെന്ന് വെച്ചാൽ 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രവാസികൾക്ക് അതിനെക്കൊണ്ടൊരു ഉപകാരം ഇതായി കിട്ടിയതായിട്ട് കാണുന്നില്ല. വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതുവരെയായിട്ടും ഒറ്റ വാഗ്ദാനങ്ങളും പിണറായി സർക്കാർ നൽകിയില്ല. അതുകൊണ്ട് UDF വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പിൻ്റെ പറയുകയാണെങ്കിൽ എല്ലാവരും ആളെ നോക്കിയിട്ട് വോട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ള വികസനങ്ങളും കാര്യങ്ങളും ഇപ്പോൾ എല്ലാം നമ്മൾ കാണുന്നതല്ലേ. ഇപ്പോൾ ആലപ്പുഴ തന്നെ ആണെങ്കിൽ എത്രയെത്ര പാലങ്ങൾ, റോഡുകൾ, ഒരുപാട് വികസനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തിയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ആരാണോ നിൽക്കുന്നത് അവരെ നോക്കി വോട്ട് ചെയ്യുക. പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിടെ നമുക്ക് നോർക്കേൻ്റെ കാര്യങ്ങളാണേലും ഒരുപാട് പ്രവാസികൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നുണ്ട്. വികസനങ്ങളാണേലും നമ്മുടെ നാടിൻ്റെ പഴയ പോലെ അല്ല ഇപ്പോൾ വികസനങ്ങൾ, ഒരുപാട് മാറ്റം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പിണറായി സർക്കാർ നല്ല കാര്യങ്ങളാണ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസി എന്ന നിലയ്ക്ക് എല്ലാ ക്ഷേമ കാര്യങ്ങളും പെൻഷനൊക്കെ നോർക്കേൻ്റെ കാര്യത്തിലും എല്ലായിലും സെറ്റപ്പാണ്. ഇനിയൊരു ഭരണം LDF തന്നെ ഭരിക്കണമെന്നാണ് അഭിപ്രായം. നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ, എന്താണ് നിലപാട്? എൻ്റെ നിലപാട് എന്ന് പറയുന്നത് വലതുപക്ഷത്തോടാണ് എൻ്റെ നിലപാട്. UDF ഭരണത്തിലേക്ക് വരണമെന്നുമാണ് എൻ്റെ നിലപാട്. കാരണം ഈ 10 വർഷം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇടതുപക്ഷം ഭരണത്തിലേക്ക് വന്നാൽ നമ്മുടെ നാട് ആകെ താറുമാറാകും. അതുകൊണ്ട് തന്നെ
വലതുപക്ഷം UDF അധികാരത്തിലേക്ക് വരണമെന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കം അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുമാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളാണ് ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല വിഷയത്തിലും. ഇപ്പം പല വിഷയങ്ങളിലും സർക്കാർ തലതിരിഞ്ഞ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിനെതിരെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരണം. നിങ്ങളുടെ നാട്ടിൽ ആര് ജയിക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? UDF തന്നെ. ഇത് നാലാമത്തെ ടേമിലേക്ക് പോകുന്നതാണ് ഞങ്ങൾ UDF. എവിടെയാണ് നാട്? വേളം പഞ്ചായത്ത്. എന്തുകൊണ്ടാണ് UDFിൻ്റെ ഭരണം തന്നെയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു UDF കാരനാണ്. അതുമല്ല ഒരുപാട് വികസനങ്ങൾ, റോഡുകളും മറ്റ് ഒരുപാട് പദ്ധതികൾ നമ്മളെ പഞ്ചായത്തിൽ UDF തന്നെ കൊണ്ടുവരും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നല്ല വികസനവും നല്ല കാര്യങ്ങളും ഇപ്പം പറയുന്നത് പോലെ ചെയ്യുന്ന നല്ലൊരു മുഖ്യമന്ത്രിയും നമുക്കിപ്പം കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷം തന്നെ വരണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇനി പ്രവാസികളായ നികുതിദായകർ വിദേശത്തെ ആസ്തി വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം ഗൾഫ് പ്രവാസികളിൽ പലരിലും ആശങ്കയ്ക്ക് കാരണമായിരുന്നു. കഴിഞ്ഞ മാസം 28 മുതലാണ് വിദേശത്തെ ആസ്തി വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് രംഗത്തുള്ള പ്രവാസികൾക്ക് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ SMS, ഇമെയിൽ സന്ദേശങ്ങളൊക്കെ ലഭിച്ചത്. എന്നാൽ NRI സ്റ്റാറ്റസുള്ള പ്രവാസികൾക്ക് ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. എങ്കിൽ ആർക്കെല്ലാമാണ് ആദായ നികുതി വകുപ്പിന് മുന്നിൽ വിദേശത്തെ ആസ്തിയും വരുമാനവും വെളിപ്പെടുത്തേണ്ടി വരിക? നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NRI സ്റ്റാറ്റസുള്ള പ്രവാസികൾക്ക് ഈ വിഷയത്തിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അതായത് സാമ്പത്തിക വർഷം 182 ദിവസം ഇന്ത്യയിൽ തങ്ങുന്നവർ മാത്രം ആദായ നികുതി വെളിപ്പെടുത്തിയാൽ മതി. ഒപ്പം നേരത്തെ 4 വർഷം 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായവരും ആദായ നികുതി വെളിപ്പെടുത്തണം. ഇനി സാമ്പത്തിക വർഷം 60 ദിവസം തങ്ങിയവരാണെങ്കിൽ അവരും ആദായ നികുതി വെളിപ്പെടുത്തണം. NRI സ്റ്റാറ്റസുള്ള, അതായത് ഇനി ബാങ്ക് അക്കൗണ്ടിൽ ജാഗ്രത പാലിക്കണം. അത് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ NRI സ്റ്റാറ്റസ് ഉള്ളവർ നാട്ടിൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. അവർക്ക് പിടി വീഴുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കൗണ്ടുകൾ NRE അല്ലെങ്കിൽ NRO ആക്കി മാറ്റേണ്ടി വരും. ഇനി വിദേശത്തെ എന്തെല്ലാം കാര്യങ്ങൾ ഈ വെളിപ്പെടുത്തലിൽ വരണമെന്ന് നോക്കുകയാണെങ്കിൽ ആസ്തിയും വരുമാനവും വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഒപ്പം വാടക, ഡിവിഡന്റ്, വിദേശത്തെ ബാങ്ക് അക്കൗണ്ട്, വിദേശ കമ്പനിയിലെ ഓഹരി, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും. മറ്റൊരു കാര്യം, ഇതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തുകയാണെങ്കിൽ, ഈ നിയമങ്ങളിലൊക്കെ ഒരു വീഴ്ച വരുത്തുകയാണെങ്കിൽ 10 ലക്ഷം രൂപ പിഴയാണ്, 30% നികുതി അടക്കണം, 300% വരെ അധിക പിഴ, ആദായ നികുതി തുടങ്ങിയവയ്ക്കാണ് ഇതിൽ പ്രധാനമായും വീഴ്ച വരുത്തിയാൽ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും NRI സ്റ്റാറ്റസുള്ള പ്രവാസികൾക്ക് ആശങ്ക വേണ്ട എന്നതാണ് ഇതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യം. സാമ്പത്തിക വർഷം 182 ദിവസം ഇന്ത്യയിൽ തങ്ങിയാൽ മാത്രമാണ്, അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ആദായ നികുതിയിൽ ഒരു വെളിപ്പെടുത്തൽ വരുത്തേണ്ടി വരിക. അവർ മാത്രം ഇതിൽ ആശങ്കപ്പെട്ടാൽ മതി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗദി ദമ്മാമിലെ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തെ കാരണവർ ബാവക്ക ഓർമ്മയായി. തൃശൂർ കയ്പമംഗലം ചൂലുകാരൻ മുഹ്യുദ്ദീൻ ബാവയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 45 വർഷത്തിലേറെയായി സൗദിയിൽ പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു. നിയമക്കുരുക്കിലകപ്പെട്ട ഇദ്ദേഹം 3 പതിറ്റാണ്ടോളമായി നാട്ടിൽ പോയിട്ടില്ല. സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ സജീവമായിരുന്ന ബാവക്ക വഴി നിരവധി പേർ നാടണഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസ് മേഖലയിലായിരുന്നു ജോലി. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി അൽക്കോബാറിൽ മറവ് ചെയ്തു. ഹൃദയാഘാതം മൂലം പ്രവാസി മലയാളി ഒമാനിലെ സൊഹാറിൽ മരിച്ചു. വടകര പാലയാട് സ്വദേശി സുജീഷാണ് മരിച്ചത്. സൊഹാറിൽ റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്നു സുജീഷ്. രാവിലെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഉടൻ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാൻ ധനകാര്യമന്ത്രി സുൽത്താൻ ബിൻ സലീം അൽ ഹബ്സിക്ക് 2025 അറബ് ഗവൺമെന്റ് എക്സലൻസ് അവാർഡിന്റെ 4ാമത് പതിപ്പിൽ മികച്ച അറബ് മന്ത്രി പദവിയാണ് അദ്ദേഹം നേടിയത്. കെയ്റോയിലെ അറബ് ലീഗിന്റെ ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് പ്രഖ്യാപനം. കുവൈത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും പ്രചാരണവും ശക്തമായി ചെറുക്കുന്നതിനായി പുതിയ നിയമം പ്രാബല്യത്തിൽ. മയക്കുമരുന്നുമായി ബന്ധമുള്ള ചിത്രങ്ങളോ ചിഹ്നങ്ങളോ എഴുത്തുകളോ ലോഗോകളോ അടങ്ങിയ വസ്ത്രങ്ങൾ, ആക്സസറികൾ, മറ്റ് സാധനങ്ങൾ എന്നിവ ധരിക്കുകയോ ഉപയോഗിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് പൂർണ്ണമായി നിരോധിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് 500 കുവൈത്തി ദിനാർ വരെ പിഴ ലഭിക്കാമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതേസമയം മയക്കുമരുന്ന് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുന്നവർക്ക് വ്യക്തിപരമായ ഉപയോഗം പരിഗണിക്കാതെ തന്നെ 3 വർഷം വരെ തടവോ 5000 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയ ശിക്ഷയോ ലഭിക്കാമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ സഫാരി ഗ്രൂപ്പിന്റെ പുതിയ ഔട്ട്ലെറ്റ് ദോഹ ഗറാഫയിലെ എസ്ദാൻ മാളിൽ ഡിസംബർ 10 ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഖത്തറിൽ പ്രവർത്തനം ആരംഭിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുന്ന വേളയിലാണ്
രാജ്യത്തെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ യസ്ദാനിൽ സഫാരിയുടെ ഔട്ട്ലെറ്റ് എത്തുന്നത്. ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്ന് സംരംഭകർ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവന്റുകളും പ്രൊമോഷനുകളും ഒരുക്കിയിട്ടുണ്ട്. ബേസ്മെന്റ് പാർക്കിംഗ് ഉൾപ്പെടെ ഏകദേശം 2000-ൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. I hope inshallah next years is open more with my group. ഉപഭോക്താക്കൾക്കായി 2 മെഗാ റാഫിൾ ഡ്രോ പ്രൊമോഷനുകളും ഒരുക്കിയിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റിലെത്തുന്ന ആർക്കും വിസിറ്റ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ പർച്ചേസ് ചെയ്യാതെ തന്നെ ഇതിനുള്ള കൂപ്പൺ ലഭിക്കും. നറുക്കെടുപ്പിലൂടെ 2 ടെസ്ല മോഡൽ Y കാറുകളാണ് സമ്മാനമായി നൽകുകയെന്ന് സംരംഭകർ അറിയിച്ചു. ഇത്രമാത്രം നെഞ്ചേറ്റിയ ഖത്തറിലെ ജനങ്ങളോട് വലിയ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. കാരണം തുടർന്നും അത് ഉണ്ടാവണം. നിങ്ങൾ വന്ന് അനുഭവിച്ചറിയുക. ഇപ്പോൾ തന്നെ ഈ അനൗൺസ് ചെയ്ത 2 ടെസ്ല കാർ അതൊരു സ്പെഷ്യൽ തന്നെയാണല്ലോ, എഗ്രിമെൻ്റല്ലോ. അതുപോലെ 30 ബെസ്റ്റും കാണും. ഇതിൻ്റെ പുറത്ത് അനുഭവിക്കാൻ വന്ന പ്രൈസ് വൈസ് തന്നെയാണ് കില്ലിംഗ് പ്രൊമോഷനിൽ, അതായത് അൺബിലീവബിൾ പ്രൈസിൽ മൊബൈൽ തൊട്ട് ഫിഷ് വരെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാവും. 30 ബെസ്റ്റ്യൂൺ കാറുകൾ സമ്മാനിക്കുന്ന സഫാരി ഗ്രൂപ്പിൻ്റെ മെഗാ പ്രൊമോഷനും ഇതോടൊപ്പം ആരംഭിക്കും. സഫാരിയുടെ ഏത് ഔട്ട്ലെറ്റിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈ റാഫിൾ കൂപ്പണിലൂടെയാണ് കാറുകൾ സമ്മാനമായി ലഭിക്കുക. വാർത്താ സമ്മേളനത്തിൽ സഫാരി ഗ്രൂപ്പ് ചെയർമാൻ ഹമദ് ദാഫർ അൽ അഹ്ബാബി, MD സൈനുൽ ആബിദീൻ, ജനറൽ മാനേജർ സുരേന്ദ്രനാഥ്, ബിജു കാസിം, താമർ അൽ സെയ്ദ് എന്നിവർ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. ഇലക്ട്രോണിക് കാർഡുകളും ഫോൺ ടോപ്പ് കാർഡുകളും വിൽക്കുന്ന വെബ്സൈറ്റുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകി കുവൈത്ത് വാണിജ്യ മന്ത്രാലയം. പുതിയ മന്ത്രിതല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. ഓൺലൈൻ വിൽപ്പനയിൽ നടക്കുന്ന കൃത്രിമ ഇടപാടുകൾ തടയാനും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളുടെ മേൽനോട്ടം ശക്തിപ്പെടുത്താനും വേണ്ടിയുള്ള നടപടിയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഐട്യൂൺസ് കാർഡുകൾ, മൊബൈൽ ഫോൺ ക്രെഡിറ്റ്, ടോപ്പുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക നിബന്ധനകളും നിയമങ്ങളും പാലിക്കണമെന്നതാണ് നിർദ്ദേശം. നിർദ്ദേശം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് സിറ്റിയിലെ മുബാറക്യ മത്സ്യ മാർക്കറ്റ് ഷർക്കിലേക്ക് മാറ്റാനുള്ള അടിയന്തര പദ്ധതിയുമായി അധികൃതർ. മാർക്കറ്റിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധത്തെക്കുറിച്ച് സന്ദർശകരും വ്യാപാരികളും ഉയർത്തിയ പരാതികളാണ് നീക്കത്തിന് കാരണം. മാർക്കറ്റ് ഷർക്ക് പ്രദേശത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് നടപടികൾ പരിഗണനയിലാണെന്ന് കുവൈത്ത് സിറ്റി ഗവർണർ ഷൈഖ് അബ്ദുള്ള സലീം അൽ അലി വ്യക്തമാക്കി. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പും OWWA കുവൈത്തും വിദേശ ഫിലിപ്പീനോ തൊഴിലാളികളുടെ ആരോഗ്യക്ഷേമം ലക്ഷ്യമിട്ട പുതിയ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. അളഗങ് OWWA മെമ്പർഷിപ്പ് ആൻഡ് വെൽനസ് സെർബിസിയോ കാരവന്റെ ഭാഗമായി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന ഈ കാർഡ് ലോഞ്ച് ചടങ്ങിലാണ് കരാർ പ്രഖ്യാപിച്ചത്. OWWA അഡ്മിനിസ്ട്രേറ്റർ അറ്റോർണി പെട്രീഷ ഇവോൺ M കാവുനനും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസയും കരാറിൽ ഒപ്പുവെച്ചു. കുവൈറ്റിലെ ഫിലിപ്പീനോ തൊഴിലാളികൾക്ക് ആരോഗ്യ സംരക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. OWWA ഈ കാർഡ് ഉടമകൾക്ക് എല്ലാ മെഡിക്കൽ സേവനങ്ങൾക്കും 20% കിഴിവ് ലഭ്യമാക്കുമെന്ന് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് അറിയിച്ചു. കുവൈറ്റിലെ പ്രവാസികൾക്ക് ചെലവ് കുറഞ്ഞ ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സഹകരണമെന്ന് മെട്രോ മാനേജ്മെന്റ് വ്യക്തമാക്കി. ഒമാനിൽ ന്യൂറോ ഡൈവേഴ്സിറ്റിയിലുള്ളവർക്കും ലേബർ ക്യാമ്പിലെ തൊഴിലാളികളുടെയും കലാ ആവിഷ്കാരങ്ങൾക്കായി അവരുടെ ഇടങ്ങളിൽ വേദിയൊരുക്കുന്നു. കലാലയം സാംസ്കാരിക വേദിയുടെ നാഷണൽ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി. നാളെ ബൌഷറിലെ കോളേജ് ഓഫ് ബാങ്കിംഗ് സ്റ്റഡീസ് ക്യാമ്പസിൽ നാഷണൽ സാഹിത്യോത്സവം നടക്കും. 15ാമത് എഡിഷൻ ഒമാൻ നാഷണൽ സാഹിത്യോത്സവ് ജനുവരി 9 ബൌഷർ കോളേജ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സ്റ്റഡീസ് ക്യാമ്പസിലാണ് നടക്കുക. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ കൂടി ഇപ്രാവശ്യത്തെ സാഹിത്യോത്സവത്തിൽ പങ്കാളികളാക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂറോ ഡൈവേഴ്സിറ്റിയുള്ളവരുടെ കലാവിഷ്കാരങ്ങൾക്കായി സ്നേഹോത്സവം എന്ന പേരിലും തൊഴിൽപരമായ പരിമിതികൾ കൊണ്ട് കലാമത്സരങ്ങളുടെ ഭാഗമാകാൻ സാധിക്കാത്തവരെ പരിഗണിച്ച് അവരുടെ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും പരിപാടികൾ സംഘടിപ്പിക്കും. ഈ വർഷത്തെ പുതിയൊരു സ്റ്റെപ്പായിട്ടാണ് സാഹിത്യോത്സവ് അങ്ങോട്ട് വരുന്നത്. അത് നേരത്തെ നമ്മൾ നടക്കുന്ന സാഹിത്യോത്സവിന്റെ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇവരുണ്ടാവില്ല. അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തന്നെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. അവരതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. നമ്മൾ ഇപ്പൊ ഈ ഒരു പ്രത്യേക ഏരിയയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോയി അവർക്ക് വല്ല രചനാ വൈഭവങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ എൻട്രികൾ സ്വീകരിച്ച് അത് സോണിലും നാഷണൽ സാഹിത്യോത്സവ വേദിയിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സോൺ ഘടകങ്ങളിൽ വേരിറങ്ങിയ വിത്തുകളെന്നും നാഷണൽ തലത്തിൽ പ്രയാണങ്ങളെന്നുമാണ് സാഹിത്യോത്സവത്തിന്റെ പ്രമേയങ്ങൾ. സലാല, നിസ്വ, ഇബ്ര, ജാലൻ, സൂർ, മസ്കറ്റ്, സീബ്, ബൌഷർ, ബർക്ക, സോഹാർ, ബുറൈമി എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് നാഷണൽ തലത്തിൽ മാറ്റുരക്കുക. കലാസാഹിത്യ മേഖലകളിലായി 80-ൽ പരം മത്സര ഇനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. യഥാക്രമം യൂണിറ്റ്, സെക്ടർ, സോൺ തലങ്ങളിലെ മത്സരങ്ങൾ വിജയിക്കുന്നവർക്കാണ് നാഷണൽ തലത്തിൽ അവസരം ലഭിക്കുകയെന്നും സംഘാടകർ പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്.